മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ച കേസിൽ റാപ്പർ വേടനെ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. നാളെ വൈകിട്ട് 5 വരെയാണ് കസ്റ്റഡി കാലാവധി. പെരുമ്പാവൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ നടപടി. വേടൻ്റെ ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ റാപ്പർ വേടനെ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിൽ കോടതി ഇപ്പോൾ കൈമാറിയിട്ടുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യമായിരുന്നു വനം വകുപ്പ് ഉന്നയിച്ചതെങ്കിലും നാളെ വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ തന്നെ തെളിവ് ശേഖരണം അടക്കം നടത്തുകയും വേണം. അതായത് 5 മണിക്ക് മുൻപ് തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വീണ്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. അതായത് ഇനിയുള്ള തെളിവ് ശേഖരണം എന്ന് പറയുന്നത് ഫ്ളാറ്റിൽ പരിശോധന നടത്തണം. അതുമാത്രമല്ല, ഈ ലോക്കറ്റാക്കി, ഈ പുലിപ്പല്ല് ലോക്കറ്റായിട്ട് രൂപമാറ്റം വരുത്തിയത് ജ്വല്ലർ മുഖേനയാണ്. അവിടെ എത്തി തെളിവ് ശേഖരണം നടത്തേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന സമയത്ത് വനവകുപ്പ് നടത്തുക. പ്രധാനമായിട്ടും ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച സമയത്ത് 2 ദിവസം കസ്റ്റഡി വേണമെന്നുള്ള ഒരു ആവശ്യം വനവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷക മുഖേന ഉന്നയിച്ചിരുന്നു. അതേസമയം വേടന്റെ അഭിഭാഷകൻ അറിയിച്ചത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന കാര്യത്തിൽ അത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവില്ലായിരുന്നു. അതുമാത്രമല്ല, ഈ യഥാർത്ഥ പുലിപ്പല്ലാണ് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ പറയുന്ന വനവകുപ്പ് ഹാജരാക്കിയിട്ടുമില്ല. അതുകൂടാതെ തന്നെ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ തനിക്ക് ആരാധകൻ നൽകിയതാണ് ഈ പറയപ്പെടുന്ന പുലിപ്പല്ലെന്നാണ് അഭിഭാഷകൻ മുഖേന വേടൻ കോടതിയെ അറിയിച്ചത്. എന്തായാലും നാളെ വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായിട്ട് റിമാൻഡിലേക്ക് പോകും. മെയ് 2-ാം തീയതിയാണ് വേടന്റെ ജാമ്യാപേക്ഷ പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. പ്രധാനമായിട്ടും ജാമ്യത്തിൽ വിടണം, അതായത് അന്വേഷണവുമായിട്ട് സഹകരിക്കും. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടണം എന്നുള്ള ആവശ്യം തന്നെയാണ് വേടൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:35 കൂടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. നേരത്തെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന്റെ കേസിലാണ് റാപ്പർ വേടനെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായത്. നാളെ വൈകിട്ട് 5 വരെയാണ് കസ്റ്റഡി കാലാവധി.